തന്നെ. മതി 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 ഇത്ര കണ്ടാ മതി. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഈ രണ്ടുപേരെ കേരളത്തിലെ മെജോറിറ്റി ഓഫ് പീപ്പിൾസിനും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവര് രണ്ടുപേരും മറ്റേത് നമ്മളെ നീലക്കുയിലേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു പോസ്റ്റ് അയച്ചു തന്നു. അപ്പം അതിൽ ഇവരുടെ കഷ്ടപ്പാട് കൊണ്ട് വൈഷ്ണവിയും കുടുംബവും ഒരു കാർ എടുത്തു എന്ന് കണ്ടു. അപ്പൊ എന്താണ് ഇത്രമാത്രം കഷ്ടപ്പാട്, പുള്ളിക്കാരിന്റെ പ്രൊഫഷൻ എന്താണ് എന്നൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ യൂട്യൂബിൽ പരതി. യൂട്യൂബിൽ കിട്ടാത്ത ഉത്തരങ്ങൾ ഞാൻ നൈസായിട്ടൊന്ന് ക്രോമിലും പരതി. അപ്പൊ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം കിട്ടി, കഷ്ടപ്പാട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അതിന്റെ മുമ്പ് ആ കാണിച്ച ക്ലിപ്സിന്റെ കുറച്ച് ഭാഗം കൂടെ ഒന്ന് കാണാം. ആഘോഷം പറഞ്ഞതാണ് ഇങ്ങോട്ട് പറഞ്ഞത്. ക്രിസ്മസ് ആഘോഷം അറിയാം. ക്രിസ്മസ് ആഘോഷം എന്താ ആഘോഷിക്കണ്ടേ? എത്ര കാലം കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ഉമ്മ വെച്ച് മതി. ഇതിൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ ചാനൽ വേണമെങ്കിൽ എക്സാംസ്റ്ററിന്റെ 2.0 ആവും. ഓക്കെ, അപ്പൊ ഇത് മതി. അടുത്തതായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ടാണ്. വൈറലല്ല, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ റിയാക്ഷൻ ചെയ്യാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് അവർ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ചിരിക്കാതെ പറയാൻ വേണ്ടി പറ്റില്ല, കാരണം ഇവർ ഹസ്ബൻഡും വൈഫുമാണ്. ഇതിലെ ഏറ്റവും വലിയൊരു സത്യസന്ധത അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത, വിശ്വസ്തത എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കണക്ഷൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കപ്പിൾസിനെ സ്വാപ്പ് ചെയ്തിട്ടില്ല. ഭർത്താവ് വേറൊരു ഇണേനെയോ ഭാര്യ വേറൊരു ഇണേനെയോ വെച്ചിട്ട് ഇന്നേ വരെ കഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓക്കെ, നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കപ്പിൾസിനെ കാണുക തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിൽ അതിശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടി എടുക്കാൻ പോയ സമയത്ത് താഴെയുള്ളത് കൊച്ചാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ബാക്കി രണ്ടുപേരും എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും എങ്ങാണ്ടും, അവളുടെ അച്ഛനും അമ്മയും എങ്ങാണ്ടും ആണ്. അവരുടെ ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ഇത് ആലോചിച്ച് നോക്കണേ. എന്താണ് ഒരു തൊലിക്കട്ടി അല്ലെങ്കിൽ ഒരു മനസ്സിലെ മരുമകൾ മകൻ അല്ലെങ്കിൽ മകൾ മരുമകൻ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വൈറലായി അതിനകത്ത് കിട്ടുന്ന ക്യാഷൊക്കെ വെച്ചിട്ട് നല്ലൊരു വണ്ടി വാങ്ങുക. ആ വണ്ടിയുടെ ലോഗോ കണ്ടാൽ അറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളത്. സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അപ്പം ഒരു ഒരു നാണക്കേടോ കുറവോ ഇല്ലാണ്ട് ഒരു വണ്ടി എടുക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പബ്ലിഷ് ആവുന്നു. അവരുടെ വീടിന്റെ അടുത്ത് നെയ്ബേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കസിൻസ്, അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഇവരെങ്ങനെയാണ് നോക്കി കാണുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ നാണം വരുന്നു. ആ ഒരു കൊച്ചിന്റെ കാര്യം നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് പറയണം. കുറച്ചുകൂടെ ആ കുട്ടി പെൺകുട്ടിയാണ്. അത് ഇത്തിരി കൂടെ ഒന്ന് വലുതായി വരുന്ന സമയത്ത് കൂട്ടുകാരോ വേറെ ആരെങ്കിലോ നിന്റെ അച്ഛൻ്റെ അമ്മ ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. മകളാണെങ്കിൽ കേട്ടോ, സപ്പോസ് ഇനി അവർക്കൊരു മകളോ മകനോ ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ. കാണിച്ചു കൊടുക്കുമ്പോൾ അച്ഛനും അമ്മയാണ് ഇത് എന്ന് പറയുമ്പം സ്വന്തം മക്കള് മാതാപിതാക്കളുടെ നഗ്നത കാണുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ കഷ്ടപ്പാട് നമ്മൾ കാണാണ്ട് പോരുത്. എനിക്ക് തോന്നുന്നു ഇവര് രാത്രി വീഡിയോ ഇട്ടിട്ട് ഇവരുടെ കഷ്ടപ്പാടിനേക്കാൾ കൂടുതൽ ഇത് കാണുന്ന ആളുകൾക്കാണ് കഷ്ടപ്പാട് എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഇത് കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യാൻ വരരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം തപ്പിപ്പിടിച്ചെടുത്തതാണ്. അല്ലാതെ ഞാൻ ഈ ഒരു കാര്യമായിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കേ ഇല്ല. കേരളത്തിലെ ആണുങ്ങളുടെ ഉറക്കം കിടത്തിയിട്ടാണ് ഇവർ കാർ എടുത്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തൊരു കണ്ടന്റാണ്. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് കൊണ്ടും അവരെ പിണക്കാനുള്ളൊരു മടി കൊണ്ടും നമ്മളിത് ചെയ്തു. പക്ഷെ ഇതിൽ കുറച്ച് റിയാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇവര് കാണിക്കുന്ന ഈ ഒരു കാര്യം ഇവരുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുട്ടീനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് ഗൗരവമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതിലത് പറയുന്നില്ല. അവർക്ക് അതിനെക്കുറിച്ചൊരു കൺസേൺ ഇല്ലെങ്കിൽ
നമ്മൾ അതിനെക്കുറിച്ച് വായിട്ടലച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നെനിക്കറിയാം. മാതാപിതാക്കൾക്ക് കുഴപ്പമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെയോ ഭർത്താവിന് ഭാര്യേൻ്റെയോ നഗ്നത പ്രദർശിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ വളർന്നു വരുന്ന കൊച്ചിന് കുഴപ്പമുണ്ടായിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ വലുതാവട്ടെ, വളർന്നിട്ടെന്നേ കുഴപ്പമുണ്ടെങ്കിൽ അപ്പം നമ്മളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഇവരെ കഷ്ടപ്പാടിനെയും കുറിച്ച് അറിയാത്തവരാണെങ്കിൽ അത് തപ്പിപ്പിടിച്ച് പോകണ്ട. കുട്ടികളാരെയും കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത്. അത് ഞാൻ ഫസ്റ്റ് മുതലേ പറയണമെന്ന് കരുതിയിരുന്നതാണ്, പക്ഷെ കുറച്ച് ലേറ്റായിപ്പോയി. കഷ്ടപ്പെടട്ടെ, ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കുണ്ട് കഷ്ടപ്പാട്. ഇവരെ കണ്ട് വേണം കഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പഠിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. ഒരു വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ട് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ബൈ.